ലഹരിക്കടിമയാകാതിരിക്കാൻ രക്തദായകരാകൂ. ജില്ലാതല ബോധവൽക്കരണ ക്യാമ്പയിൻ പാലാ സെന്റ് ജോസഫ് എഞ്ചിനീയറിംഗ് കോളേജിൽ നടത്തി. 100 പേരുടെ മെഗാ രക്തദാന ക്യാമ്പ്. പാലാ ജില്ലാ ജനമൈത്രി പോലീസിന്റെയും നാർക്കോട്ടിക് സെല്ലിന്റെയും പാലാ ബ്ലഡ് ഫോറത്തിന്റെയും കൊഴുവനാട് ലയൺസ് ക്ലബിന്റെയും പാലാ സെന്റ് ജോസഫ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ഓട്ടോണോമസ് NSS യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ ലഹരിക്കടിമയാകാതിരിക്കാൻ രക്തദായകരാകൂ എന്ന സന്ദേശം യുവജനങ്ങളിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായി ജില്ലാതല ബോധവൽക്കരണ ക്യാമ്പയിനും മെഗാ രക്തദാന ക്യാമ്പും പാലാ സെന്റ് ജോസഫ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ഓട്ടോണോമസിൽ നടന്നു. കോളേജ് ഓഡിറ്റോറിയത്തിൽ പാലാ രൂപത പ്രോട്ടോ സിഞ്ചുലൂസും കോളേജ് ചെയർമാനുമായ മോൺ ഡോക്ടർ ജോസഫ് തടത്തലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ ക്രൈംബ്രാഞ്ച് DYSPയും ജില്ലാ അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് ഇൻചാർജുമായ സാജി വർഗീസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കോളേജ് ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ ജെയിംസ് ജോൺ മംഗലത്ത് മുഖ്യപ്രഭാഷണവും പാലാ DYSPയും പാലാ ബ്ലഡ് ഫോറം ചെയർമാനുമായ K. സദൻ വിഷയാവതരണവും നടത്തി. പാലാ ബ്ലഡ് ഫോറം ജനറൽ കൺവീനർ ഷിബു തെക്കേമറ്റം രക്തദാന സന്ദേശം നൽകി. കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ VP ദേവസ്യ, ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണൽ ചീഫ് പ്രൊജക്ട് കോർഡിനേറ്റർ സെമി പ്ലാത്തോട്ടം, കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഫാദർ ജോസഫ് പൊരിയിടത്തിൽ, ബർസാർ ഫാദർ ജോൺ മറ്റമുണ്ടയിൽ, ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ഡൈനോ ജെയിംസ്, NSS പ്രോഗ്രാം ഓഫീസർമാരായ ആന്റോ മാനുവൽ, ജസ്റ്റിൻ ജോസ് എന്നിവർ പ്രസംഗിച്ചു. ഉദ്ഘാടകൻ DYSP സാജി വർഗീസ്, വൈസ് പ്രിൻസിപ്പാൾ ഫാദർ ജോസഫ് പുരീടത്തിൽ, NSS പ്രോഗ്രാം ഓഫീസർ ആന്റോ മാനുവൽ എന്നിവരുടെ രക്തദാനത്തോടു കൂടി ആരംഭിച്ച മെഗാ രക്തദാന ക്യാമ്പിൽ 100ഓളം പേർ രക്തം ദാനം ചെയ്തു. മിക്ക വിദ്യാർത്ഥികളുടെയും ആദ്യ രക്തദാനം കൂടിയായിരുന്നു. വിദ്യാർത്ഥികളെ കൂടാതെ അധ്യാപകരും സ്റ്റാഫുകളും ക്യാമ്പിൽ പങ്കെടുത്ത് രക്തം ദാനം ചെയ്തു. മാർസ്ലീവ മെഡിസിറ്റി ബ്ലഡ് ബാങ്ക് ആണ് ക്യാമ്പ് നയിച്ചത്. പാലാ ബ്ലഡ് ഫോറം ഡയറക്ടർമാരായ ജെയ്സൺ പ്ലാക്കണ്ണി, ബൈജു കൊല്ലംപറമ്പിൽ, സജി വട്ടക്കാനായി, ബ്ലഡ് ബാങ്ക് അസിസ്റ്റന്റ് മാനേജർ വിനിറ്റ സിവി, NSS വോളണ്ടിയർ സെക്രട്ടറിമാരായ അലീന ക്ലാര വർഗീസ്, ടിലു ഷാജു, വിഷ്ണു CB, UR ഹരികേഷ്, രുദ്രാസേന കോർഡിനേറ്റർമാരായ ഹരിത S, എബിൾ G രാജ്, ക്രിസ്റ്റോ ദേവസ്യ, പ്രോഗ്രാം കോർഡിനേറ്റർമാരായ മിഥുന S നായർ, അലീൻ എൽസ ജോസ് എന്നിവർ ക്യാമ്പിനും പ്രോഗ്രാമിനും നേതൃത്വം നൽകി. കേരള പോലീസ് തന്നെ ഇതിനെ പ്രതിരോധിക്കുന്നതിനായി മറ്റ് എക്സൈസും ഒക്കെ ആയിട്ട് ചേർന്ന് നമ്മൾ ധാരാളം പ്രോഗ്രാമുകൾ ഇപ്പോൾ നടത്തി വരികയാണ്. ആ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് ഈ പാലാ ബ്ലഡ് ഫോറം ഈ കോളേജിൻ്റെ ആഭിമുഖ്യത്തിൽ NSSൻ്റെ സഹകരണത്തോടു കൂടി ഈ ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഈ പ്രോഗ്രാമിൽ ഉദ്ഘാടകനായിട്ട് നിശ്ചയിച്ചിരുന്നത് ബഹുമാന്യായ കോട്ടയം SP ആയിരുന്നു. അദ്ദേഹത്തിന് ചില ഔദ്യോഗികമായ തിരക്കുള്ളതുകൊണ്ടാണ് ചുമതല എന്നെ ഏൽപ്പിച്ചത് ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. സാധാരണ ഉദ്ഘാടനം കഴിഞ്ഞ് വിളക്ക് കത്തിച്ച് പോവുക മാത്രമേ ഉള്ളൂ. ഇന്ന് നമ്മുടെ ഉദ്ഘാടകൻ അതല്ല. ആ പ്രോഗ്രാം, അതായത് രക്തദാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്നത് അദ്ദേഹം രക്തം ദാനം ചെയ്തുകൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും മഹനീയമായ കാര്യം. ലോകത്തിൻ്റെയും ഭാരതത്തിൻ്റെയും ഒക്കെ ഭാവി വിദ്യാർത്ഥികളിലും യൂത്തിലുമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതുപോലെയുള്ള യൂത്ത് എംപവർമെന്റ് പ്രോഗ്രാമുകൾ, ലയൺസ് ക്വസ്റ്റ്, പീസ് ഫോസ്റ്റർ കോൺടെസ്റ്റ്, ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ പുരാതന പാരമ്പര്യങ്ങളിലെ ഗ്രീക്ക്, അതുപോലെ തന്നെ റോമൻ, ജൂയിഷ് പാരമ്പര്യങ്ങളിലൊക്കെ രക്തം എന്ന് പറയുന്നത് ജീവന് തുല്യമായിട്ട് കണക്കാക്കിയിരുന്നു. ഇഷ്യൂസ് എന്ന് പറഞ്ഞിട്ട്, പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ മുന്നോട്ട് വരുന്നത് ഗേൾസാണ്. ഗേൾസ് കഴിഞ്ഞ ആ പ്രോഗ്രാമിന് ഞങ്ങളുടെ ഒരു ബോർഡ് കണ്ടിട്ട് സദൻ സാറ് 126 പ്രാവശ്യം ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് നമ്മോടൊപ്പമുള്ള ഷിബു സാറ്, ഏറ്റവും സ്നേഹമുള്ള അധ്യാപകരെ, വിദ്യാർത്ഥികളെ, ലോകത്തിലെ ഏറ്റവും വലിയ സേവന സന്നദ്ധ സംഘടനയായ ലയൺസ് ഓഫ് ഇന്റർനാഷണലിന്റെ ഏതാനും പ്രോജക്റ്റുകളിൽ ഒന്നായ
ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പാണ് ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്നത്. കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകൾ ഉൾപ്പെട്ട ലയൺസ് ഡിസ്ട്രിക്ട് 318 ഭാഗമായി ഈ മേഖലകളിലെല്ലാം എല്ലാ ദിവസവും ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ, ഐ ക്യാമ്പുകൾ, അതുപോലെ തന്നെ നേത്രപരിശോധനാ ക്യാമ്പിന്റെ കൂടെ തന്നെ സർജറികൾ ഫ്രീ ആയിട്ട്, അതുപോലെ കണ്ണടകൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. ഡയാലിസിസ് രോഗികൾക്ക് ഡയാലിസിസ് കിറ്റുകൾ, ഷുഗർ പേഷ്യന്റ് ഇൻസുലിൻ, വീടില്ലാത്തവർക്ക് വീട്, വിവാഹ സഹായം, വിശക്കുന്നവർക്ക് ആഹാരം, ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ലയൺസ് ക്ലബ്സ് ഇന്റർനാഷണൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിന്റെയും ഭാരതത്തിന്റെയും ഒക്കെ ഭാവി വിദ്യാർത്ഥികളിലും യൂത്തിലുമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതുപോലെയുള്ള യൂത്ത് എംപവർമെന്റ് പ്രോഗ്രാമുകൾ, ലയൺസ് ക്ലസ്റ്റർ, പീസ് പോസ്റ്റർ കോൺടെസ്റ്റ്, ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ വിദ്യാർത്ഥികൾക്കായി ലോകത്തിന്റെ എല്ലാ ഭാഗത്തും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഒന്ന് ലഹരിയും ഒന്ന് വന്യമൃഗങ്ങളുടെ ആക്രമണവുമാണ്. അത് വിദ്യാർത്ഥികളുടെ ഇടയിൽ, അല്ലെങ്കിൽ കോളേജിലും സ്കൂളിലും ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് ലഹരിയാണ്. തീർച്ചയായിട്ടും കേരളത്തിലെ ഏറ്റവും നല്ല എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഒന്നായ ഈ ചോട്ടച്ചേരി എഞ്ചിനീയറിംഗ് കോളേജിൽ ലഹരിയുമായി ബന്ധപ്പെട്ട് ഒരു പരാതികളും ഇല്ല എന്നുള്ളത് നമുക്ക് സന്തോഷം തരുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് ലഹരിക്കെതിരെ പോരാടാം. അതിനായി പാല ബ്ലഡ് ഫോറവും, അതുപോലെ തന്നെ മീനച്ചിൽ ലീഗൽ സർവീസ് കമ്മിറ്റിയും, പോലീസ് ഡിപ്പാർട്ട്മെന്റും, എക്സൈസ് ഡിപ്പാർട്ട്മെന്റും, ലയൺസ് ഇന്റർനാഷണൽ 318 എല്ലാം നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. അത് നമുക്ക് ഒരുമിച്ച് വരും വർഷങ്ങളിൽ മുന്നേറാം. അതുപോലെ തന്നെ അടുത്ത വർഷങ്ങളിലൊക്കെ NSSുമായി ചേർന്ന് കൂടുതൽ ലഹരി വിരുദ്ധ ക്ലാസുകൾ, മോട്ടിവേഷൻ ക്ലാസുകൾ, അതുപോലെ തന്നെ ഫോണിന്റെ ദുരുപയോഗം തടയുന്നതിനുള്ള ക്ലാസുകൾ, ഇങ്ങനെയുള്ള എല്ലാ പ്രോഗ്രാമുകളും സ്കൂളുകളിലും കോളേജുകളിലും നടത്തുന്നുണ്ട്. തീർച്ചയായും ചൂടച്ചേരി എഞ്ചിനീയറിംഗ് കോളേജുകളിലും കൂടുതൽ കാര്യങ്ങൾ NSSുമായി ചേർന്ന് ചെയ്യുന്നതിനായി ലയൺസ് ഡിസ്ട്രിക്ട് 318 ആഗ്രഹിക്കുന്നു. നമുക്കതിനുള്ള ഭാഗ്യം ദൈവം തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു നല്ല പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ലയൺസ്.